സ്കൂളിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുകയാണ് സ്കൂൾ ചെയർമാൻ. വീട്ടിലിരിക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന മാള ഇന്റർനാഷണൽ സ്കൂൾ മേധാവി ഡോക്ടർ രാജു ഡേവിസിന്റെ പ്രസ്താവന വിവാദമായി മാറി. കൂടാതെ സ്വാതന്ത്ര്യദിനത്തിൽ എത്താതിരുന്നവരെ ക്ലാസ്സിൽ കയറ്റില്ലെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സ്കൂൾ ഉടമയുടെ ഈ സന്ദേശം വന്നത്. വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ എത്താൻ കഴിയാത്ത കുട്ടികളെയാണ് ഇത്തരത്തിൽ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചത്. ഈ സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി സ്കൂൾ ഉടമ രംഗത്ത് വരികയും ചെയ്തു. സ്കൂളിൽ വരാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അറബ് രാജ്യങ്ങളിലേക്കോ ബംഗ്ലാദേശിലേക്കോ പോകണമെന്നല്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമാണ്. എന്റെ രാജ്യസ്നേഹവും മതനിരപേക്ഷതയും എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നും ഇയാൾ രണ്ടാമത്തെ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എത്താതിരുന്നാൽ കുട്ടികൾ എങ്ങനെയാണ് രാജ്യസ്നേഹം ഇല്ലാത്തവരായി മാറുന്നതെന്നാണ് ആ രക്ഷിതാക്കൾ ചോദിക്കുന്നത്. 1 ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എത്താതിരുന്ന കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും അർഹതയില്ല എന്നുമായിരുന്നു ഇയാളുടെ സന്ദേശത്തിലെ ഉള്ളടക്കം. കുട്ടികളിൽ വർഗീയ ദേശീയ വിഭജനങ്ങൾ കൊണ്ടുവരാനും അനാവശ്യ ഭീതി സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന സ്കൂൾ ഉടമക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫായിസ് AH പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് SFIയും KSUവും അടക്കമുള്ള വിവിധ സംഘടനകൾ. ഇയാളുടെ സാമ്പത്തിക ലാഭത്തിനായി തുടങ്ങിയ സ്കൂളിൽ അയാൾ പറയുന്ന കാശ് കൊടുത്ത്, അതായത് ലക്ഷങ്ങൾ ചെലവാക്കി മക്കളെ പഠിപ്പിക്കുന്നവരോടാണ് പാകിസ്ഥാനിൽ പോയിക്കൊള്ളാൻ പറയുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെ എത്താതിരുന്ന കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ അർഹത ഇല്ലെന്നും കൂടെ ഇയാൾ പറയുന്നുണ്ട്. മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നതിനും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനും വേണ്ടി ആരെയും ഭീഷണിപ്പെടുത്താനോ ഈ രാജ്യത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാനോ ഈ പ്രൈവറ്റ് സ്കൂൾ നടത്തുന്നവന് ആരാണ് അധികാരം കൊടുത്തത്? ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെയും മനുഷ്യ അവകാശങ്ങളുടെയും ലംഘനമാണ്. പ്രകോപനപരമായ പരാമർശങ്ങൾ വഴി സമാധാനാന്തരീക്ഷം തകർക്കാനും മതപരമോ സാമൂഹികമോ ആയ ഭിന്നത ഉണ്ടാക്കാനും ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുക്കാം. കുട്ടികളെയും രക്ഷിതാക്കളെയും പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചതിനും ക്ലാസ്സിൽ കയറ്റില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതിനും കേസെടുക്കാം. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പ്രകോപനപരവും അപകീർത്തികരവുമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചതിന് IT നിയമപ്രകാരവും കേസെടുക്കാം. വിദ്യാർത്ഥികൾക്ക് മാനസിക വിഷമമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നിവയ്ക്കെതിരെ ബാലാവകാശ കമ്മീഷനും കേസെടുക്കാവുന്നതാണ്. ഇതൊക്കെ പിന്നീട് മനസ്സിലാക്കിയപ്പോഴാകാം അദ്ദേഹം വിശദീകരണവുമായി രംഗത്ത് വന്നത്. പലരും പറയുന്നത് ഇത് സൈനിക സ്കൂളാണെന്നാണ്. അവിടുത്തെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാത്ത കുട്ടികൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാർ നടത്തുന്ന സൈനിക സ്കൂൾ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മെന്റർ ആയിട്ടുള്ളത് കഴക്കൂട്ടം സൈനിക് സ്കൂളിന്റെ പേരാണ്. കേരളത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരൊറ്റ സൈനിക സ്കൂൾ മാത്രമാണുള്ളത്. അതാണ് കഴക്കൂട്ടം സൈനിക സ്കൂൾ. അതിന്റെ പാർട്ണർ സ്കൂളുകളായി മറ്റ് 3 സ്കൂളുകൾ കൂടിയുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ സൈനിക സ്കൂൾ സൊസൈറ്റി സ്ഥാപിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ഇന്ത്യയിലെ സ്കൂളുകളുടെ ഒരു സംവിധാനമാണ് സൈനിക് സ്കൂളുകൾ എന്നറിയപ്പെടുന്നത്. നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി BK കൃഷ്ണമേനോനാണ് ഇത്തരം സ്കൂളുകൾ ആവിഷ്കരിച്ചത്. ഇന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി ആകെ 33 സൈനിക സ്കൂളുകൾ നിലവിലുണ്ട്. ഇനി സർക്കാർ നടത്തുന്ന സൈനിക സ്കൂൾ ആണെങ്കിൽ പോലും അവിടെ ആരും പാകിസ്ഥാൻ വിരോധം പഠിപ്പിക്കുന്നില്ല. ചിട്ടയായ വിദ്യാഭ്യാസവും ജീവിതവും അച്ചടക്കവും ഒക്കെയാണ് സൈനിക സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്. അതേപോലെ സൈനിക സ്കൂളിൽ പഠിച്ച കുട്ടികളെല്ലാം നേരെ സൈന്യത്തിൽ ചേരുന്നുമില്ല. ഇനി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായാലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് വേണ്ട നമ്മുടെ രാജ്യത്തിന് എതിരെ വരുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. അതിലൊരു വേർതിരിവും ഇല്ല. സ്വന്തം സാമ്പത്തിക ലാഭത്തിനായി ലക്ഷക്കണക്കിന് ഫീസ് മേടിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ ഇത്തരം വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനകൾ നടത്താൻ പാടുള്ളതല്ല. സ്വാതന്ത്ര്യദിനത്തിന് സ്കൂളിൽ വരാത്ത കുട്ടികൾക്ക് നേരെ സ്കൂളിലെ നിയമാവലികൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ഡേവിസ് അച്ചായന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മതവിദ്വേഷം പുറത്തെടുക്കാനുള്ളൊരു അവസരമല്ല ഇത്.